അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ കൂട്ടുകാരെ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 ദിവസം സ്റ്റോറി ഒന്നും ഇല്ലായിരുന്നല്ലേ? അപ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. സ്റ്റോറി ഇല്ലാഞ്ഞാൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളുണ്ടല്ലേ. എന്തായാലും അവർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 ദിവസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്നാണ് ഇപ്പോൾ മഞ്ചേരിയിലേക്ക് എത്തിയത് കേട്ടോ. 2-3 ദിവസമായി സഫമോൾക്ക് ലീവായിരുന്നു. അവൾക്ക് മദ്രസയിൽ നിന്ന് സിയാറത്ത് ടൂർ പോകാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് 2 ദിവസം ലീവ് കിട്ടിയിട്ടോ. അങ്ങനെ കിട്ടിയപ്പോൾ പോയതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ 19 മണവാട്ടികളുടെ വിവാഹം കാണാൻ വേണ്ടി ഒന്ന് പോയിട്ട്, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ. അതെ, പാവപ്പെട്ട അനാഥരായ മക്കൾക്കൊക്കെ മംഗല്യ സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ അതും ഒന്ന് കാണാൻ പോയി. അങ്ങനെയൊക്കെ ആയപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു മക്കളുടെയൊക്കെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി കഴിയാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നൂർ ഫാത്തിമ സ്റ്റോറി കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് നിങ്ങൾ കാത്തിരിക്കണം, എനിക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അല്ലേ? ഇൻഷാ അല്ലാ. ശരിക്കും ആ ഒരു വാക്ക് കേട്ട് അറബിയമ്മ ഞെട്ടിപ്പോയി. അതെ, പഠിച്ച റബ്ബേ, അല്ലാ റഹ്മാനെ, അതെൻ്റെ നൂർ ഫാത്തിമ 2ാമത് ഗർഭിണിയോ? അത് അറബിയമ്മക്ക് വളരെയധികം പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ആയിരുന്നു. എൻ്റെ റഹ്മാനെ, നീ എൻ്റെ കൂടെയാണല്ലോ എപ്പോഴും. അല്ലാ, നീ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ തരുന്നത്. അതെ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചവരെ നടക്കുന്നുണ്ടല്ലോ. എൻ്റെ നൂർ ഫാത്തിമയുടെ കല്യാണം, എൻ്റെ അജ്മലിൻ്റെ കല്യാണം, അതെ എൻ്റെ തലാലിൻ്റെ കല്യാണം. ഇപ്പതാ എൻ്റെ നൂർ ഫാത്തിമ 2ാമതും ഗർഭിണിയായി എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത. അല്ലാ റഹ്മാനെ, അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ. പഠിച്ചോനെ, ഇപ്പം എനിക്ക് 2 ഗർഭിണികളാണ് ഉള്ളത്. ഒന്നിൻ്റെ മുഹ്സി, പിന്നെ എൻ്റെ നൂർ ഫാത്തിമയും. സത്യം പറഞ്ഞാൽ അറബി ഉമ്മക്ക് വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ അതാ അവിടുത്തെ 3ാമത്തെ ദിവസമാണ്. നിക്കാഹ് കർമ്മം കഴിഞ്ഞ 3ാമത്തെ ദിവസം അവിടുത്തെ ഫാമിലി എല്ലാവരും അതാ അവരുടെ ബെഡ്റൂം ചെക്ക് ചെയ്യുകയാണ്. എന്നാൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ 2ാമത്തെ ദിവസം തന്നെ നമ്മുടെ അജ്മലും നമ്മുടെ ഹംദയും ആ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. എന്നാൽ തലാലിൻ്റെ കാര്യത്തിൽ കുറച്ച് ടൈം എടുത്തിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ 3ാം ദിവസം ആയപ്പോഴേക്കും അവരുടെ ദാമ്പത്യ ജീവിതം അതാ വിജയകരമായി അവർ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത ആ ഫാമിലിയെല്ലാം അതിര് കവിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടായി. അങ്ങനെ അറബിയമ്മക്ക് പെരുത്ത് സന്തോഷമായി. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ അത് വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം ഒരുക്കുകയാണ്. ഹംദയും അജ്മലും തലാലും മാഷിത്തയും, അതെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഹാപ്പിയോടുകൂടി. എന്നാൽ അതിനിടയ്ക്ക് അതാ നമ്മുടെ ഷാമില്, നമ്മുടെ ബുഷിമോളെ തൻ്റെ മനസ്സിലേക്ക് നന്നായിട്ട് അതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അജ്മലിനോട് ഈ കാര്യം എങ്ങനെ തുറന്നു പറയുമെന്ന് അവൻ അറിയുന്നില്ലായിരുന്നു. ഒരു പക്ഷേ അവൾ എന്നെ വിട്ടു പോവും. എൻ്റെ നാട്ടിലാണെങ്കിൽ അപ്പോഴേക്കും എൻ്റെ കല്യാണം സെറ്റാക്കുകയും ചെയ്യും. പഠിച്ചോനെ അല്ലാ, പക്ഷേ എങ്ങനെ പറയും എന്നുള്ള കാര്യത്തിൽ അവൻ ടെൻഷനായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഹലോ, എളാപ്പാ, ഓനെ, പിന്നെ നീ ഒന്ന് അർജൻറ്റായിട്ട് വരണം കേട്ടോ. എന്തെളാപ്പാ? അത് മോനെ ഒന്നുമില്ല, ഒരു പെണ്ണ് കാണലാണ്. എളാപ്പാ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അപ്പ, അത് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രായത്തിൽ അത് നടത്തണം, അല്ലാതെ തന്നെ കുറേ നീട്ടിട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. എന്ത് ഈ പറയണത് എളാപ്പ, പ്ലീസ്, ഇപ്പോൾ ഞാൻ അത് ആഗ്രഹിക്കണില്ല മോനെ, അത് പറഞ്ഞാൽ പറ്റില്ല. എന്നാൽ അവൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമായിരുന്നു. അതേ, എനിക്ക് ബുഷിയുടെ മുഖം അവൻ്റെ മനസ്സിൽ ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. നാട്ടിലേക്ക് പോകാനേ കൊതിയില്ല, നാട്ടിലേക്ക് പോകാനും ആഗ്രഹമില്ല. റബ്ബേ പഠിച്ചോനെ, ആലോചിച്ചൂടാ. എന്തായാലും അവരുടെ ആ വീട്ടിൽ വളരെയധികം ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഭവസമൃദ്ധമായ സദ്യ പല ഐറ്റംസുകളായി അവിടെ നിരന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നുമല്ല, അവിടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അതെ,
ഞങ്ങളുടെ മക്കൾ അതെ വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു നഗ്നസത്യം അവരെല്ലാം അറിഞ്ഞത് മുതൽ നല്ല ഹാപ്പിയിലാണ്. എന്നാൽ ഈ സമയം ഷാമിൽ അവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു. തൊട്ടപ്പുറത്തായിട്ട് തന്നെ അജ്മലിൻ്റെ ഉമ്മയും ഇരുന്നു. മോനെ, ആ ഉമ്മ, മോൻ നാട്ടിലെവിടെയാണ്? അത് നാട്ടിൽ കുറച്ച് ദൂരെയാണ്. മോൻ നാട്ടിൽ പോവാറില്ലേ? ആ പോവാറുണ്ട്, കുറേ ആയി ഇപ്പോൾ, ഇനി പോകണമെന്ന്. ആ ആണല്ലേ. എന്നാൽ അവൻ്റെ സത്യം ഉമ്മ അറിഞ്ഞിരുന്നു. അതെ, ഉമ്മയില്ലാത്ത കുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ ഉമ്മക്ക് വല്ലാത്തൊരു വേദന തോന്നി. റബ്ബേ പാവം, ബാപ്പാര് നഷ്ടപ്പെട്ടാൽ ഉമ്മാരെ നഷ്ടപ്പെട്ടാലും ഒക്കെ ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ ഉമ്മാരുള്ള കാലം എന്ന് വെച്ചാൽ പാവം ആ മോനക്ക് ഉമ്മയിലായിട്ട് വല്ലാത്തൊരു സങ്കടം. മോനെ, ഉമ്മ ഭക്ഷണം വിളമ്പിത്തരാം. ഉമ്മ അത് ഞാൻ അല്ല മോനെ, അതിനെന്താ? ആ ഉമ്മ സ്നേഹത്തോടെ അവൻക്ക് ഭക്ഷണം നൽകി. എന്നാൽ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് അതാ അവൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബുഷി ഒരു നിമിഷം അവൾ നോക്കി നിൽക്കുന്നത് അവൻ്റെ കണ്ണുകളിൽ ഇടഞ്ഞു. സത്യം പറഞ്ഞാൽ അവന് അല്പം നാണം തോന്നി. അതെ, ബുഷി എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഓളോട് ഒരു ഇഷ്ടം റബ്ബേ. പക്ഷേ നാട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ വിളിക്കുകയാണ്. അവർ എളാപ്പം എന്തായാലും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അവൻ ഫുഡ് കഴിച്ച് എഴുന്നേറ്റു, കൈ കഴുകി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നപ്പോൾ പെട്ടെന്ന് എളാമ വിളിക്കുന്നു. അല്ലാ, എളാമേ. ഹലോ. ആ എന്താടാ എൻ്റെ വർത്താനൊക്കെ? അതെ, എളാമത് വരെയായിട്ട് വിളിച്ചിട്ട് പോലുമില്ല. ഒന്ന് സുഖം അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എളാമ അത് സുഖമാണ് അൽഹംദുലില്ലാ. ആ കല്യാണക്കാര്യം എളാപ്പനോട് പറഞ്ഞിരുന്നോ? ആ അത് പറഞ്ഞിരുന്നു. എന്നാലേ നാളത്തെ ടിക്കറ്റ് എടുത്തോ. എളാമ അത് ഞാൻ ഒന്നും പറയണ്ട. എന്താ ഈ കുറേ ആയാലും ഇങ്ങോട്ട് വന്നിട്ട് അത്യാവശ്യത്തിനുള്ളതൊക്കെ എൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവുമല്ലോ. പൈസക്കൊരു കുറവില്ലല്ലോ എൻ്റെ അടുത്ത്, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. ആ ഷെയ്ഖിൻ്റെ ഒപ്പം ആണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. അതുമ്മ അങ്ങനെ ഉമ്മ അറിയാതെ അങ്ങ് വിളിച്ചു പോയി. അതാ അറിയാതെ ഉമ്മയെ വിളിച്ചു പോയവൻ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവൻ കണ്ണിൽ കണ്ടു. അല്ലാ, എൻ്റെ ഉമ്മയുടെ കൈ പിടിച്ച് നടന്ന കാലം. പക്ഷേ അതധികം ഉമ്മാൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയില്ല. അന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച, അത് വീട്ടുമുറ്റത്ത് നിറയെ ആളുകളായിരുന്നു. ഉമ്മ എനിക്ക് അന്ന് സ്കൂളിൽ പോകുമ്പോൾ ആക്കി തന്ന ചോറിൻ്റെ പാത്രം, അതെ എനിക്കുള്ള കറികൾ അതെല്ലാം വെച്ചടച്ച് ഉമ്മ എനിക്കിന്ന് ചോറ് വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി പോവല്ലേ, ഉമ്മാൻ്റെ കുട്ടി ഭക്ഷണം കഴിക്ക് ഉച്ചക്ക് കേട്ടോ. നിൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങനെയാണെന്ന് കരുതിയിട്ട് ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. അതെ, ആ ഉമ്മ തന്ന ചോറ്റുപാത്രം അതെനിക്ക് ഉമ്മ ഒരു കവറിലാക്കി കെട്ടി തന്നിരുന്നു. അത് ബാഗിൽ വെച്ച് ഞാൻ കൊണ്ടുപോയി ഭക്ഷണമെല്ലാം കഴിച്ച് അത് തിരിച്ച് ആ ഒരു ചോറ്റുപാത്രം എന്നും ബാഗും അതെല്ലാം ആ കോലായിൽ തന്നെ അങ്ങിടും. ഉമ്മ അതെല്ലാം കൊണ്ടുപോയി കഴുകി വെച്ച് വൃത്തിയാക്കി അങ്ങനെയായിരുന്നു. എന്നാൽ അന്ന് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരാളുകൾ കൂടിയതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ ആരോ ഹെളാപ്പാൻ്റെ മോനോ ആരോ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വന്നു. എടാ ഷാമിലെ, വാ നമുക്ക് പോകാം, ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ട്. എന്തൊക്കെ കാര്യം? ഒന്നുമില്ല, വാ നമുക്ക് ഒന്ന് വീട്ടിലേക്ക് പോകാം. പക്ഷേ എന്തിനാണെന്ന് പോലും പറഞ്ഞില്ല. എന്നാൽ ഞാൻ അതാ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ ആകപ്പാടെ ഒരാൾക്കൂട്ടമായിരുന്നു. ആ ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊരു ഡൗട്ട്, എന്തെൻ്റെ വീട്ടിൽ ഇത്രയധികം വിരുന്നുകാരോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാൽ ഞാനങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് അതെ ആ വീടിൻ്റെ നടുഭാഗത്തെ റൂമിൽ വെള്ള പുതച്ച് കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടത്. തൊട്ടരികിൽ പൊട്ടിക്കരയുന്ന ഉപ്പയും അനിയന്മാരും അനിയത്തിമാരും എല്ലാം. അതെ, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല പഠിച്ചോനെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. എന്നാൽ ആരാണെന്ന് കിടക്കുന്ന പോലും എനിക്കറിഞ്ഞില്ല. അതിൽ ആരോ വന്ന് ആ മുണ്ടൊന്ന് മാറ്റി കാണിച്ചു തന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ നിശ്ചലമായ ശരീരമായിരുന്നു അത്. അല്ലാ,
പഠിച്ചോനെ, അന്ന് പോലും എൻ്റെ ഉമ്മ എനിക്കാക്കി തന്ന ചോറിൻ്റെ പാത്രം, അതെ, അതൊന്നും ഒരു നിമിഷം ഞാൻ അതിലേക്ക് നോക്കിയെന്നു. എൻ്റെ ഉമ്മ അത് വാങ്ങാനോ കഴുകാനോ ഒന്നുമില്ലല്ലോ, നാളെ എനിക്ക് ഫുഡ് നിറച്ച് തരാനും ആളില്ലല്ലോ. എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചു. എൻ്റെ ഉമ്മ കാലത്ത് പലതും കാട്ടിക്കൂട്ടും, ശരിയാണ്, ഓരോ സ്നേഹം നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഉമ്മ പോയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ദുരിത ജീവിതം ആരംഭിക്കുന്നത്. അതെ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 40 തന്നെ ഉപ്പ വേറെ കല്യാണം കഴിച്ചു. അന്നത്തോടു കൂടി തുടങ്ങി എൻ്റെ ദുരിത ജീവിതം. റബ്ബേ, ആലേക്കും കൂടി കഴിയണില്ല. എന്നാൽ പഠനമൊന്നും അധികമൊന്നും പൂർത്തിയാക്കിയില്ല. ആ ഇളാമാൻ്റെ അടുത്തേക്കല്ലേ ചെല്ലുമ്പോൾ ഭക്ഷണം ഉപ്പ കൊണ്ടുവരും, പക്ഷേ അതൊന്നും കിട്ടൂല. എന്തെങ്കിലും തലേന്നത്തെ ചോറ് അങ്ങനെ എന്തെങ്കിലും വെച്ച് തരും രാവിലെ. എന്നും എൻ്റെ ഉമ്മ നല്ല രീതിയിൽ നല്ല കടിയും കറിയൊക്കെ ഉണ്ടാക്കി തരും. പക്ഷേ പിന്നീട് അതങ്ങോട്ട് എല്ലാം മാറി. ഇളാമാക്കും മക്കളുണ്ടായി. അവരുടെ മക്കൾക്ക് ചായയും കടിയും കൊടുക്കും. ഞങ്ങൾക്ക് തലേന്നത്തെ ആ ചോറ് അത് കഴിച്ചോളി എന്ന് പറയും. അല്ലാത്ത അതുമില്ല, ദുരിതം. അതെ, അത് ആലേക്കും കൂടി കഴിയണില്ല. പിന്നീട് 18 വയസ്സാണിന് മുമ്പ് തന്നെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് പോന്നു. പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല, പോകാൻ തോന്നിയിട്ടുമില്ല. എങ്ങനെ പോകാൻ തോന്നാൻ? എന്നാൽ ആ ഇളാമ അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ദാ എത്ര വർഷങ്ങളായി ഞാൻ അവിടെ വന്നിട്ട്, വീട് പണിക്ക്, വീട് നന്നാക്കാനും എല്ലാത്തിനും. അതാ അവിടെ ഇപ്പോൾ ഉപ്പ സുഖമില്ലാതെ ഒരു മൂലക്കിലാണ്. ഇപ്പോൾ ഇളാമയാണ് ഭരണവും കാര്യങ്ങളൊക്കെ. പക്ഷേ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അവർ ക്യാഷിന് വേണ്ടി ചോദിക്കും. എന്നാൽ ഇങ്ങനെ സ്നേഹത്തോടൊരു വാക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതെ, ഇളാമയുടെ ആ ഒരു വാക്ക്, മോനെ, മോനക്ക് സുഖല്ലേ, അതെ, അത് എത്ര ഒന്ന് കൊതിച്ചതാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. എളാമയുടെ ആവശ്യം ക്യാഷാണ്. ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. അതെ, എളാമ പറയും, നീ ഷെയ്ഖിൻ്റെ ഒപ്പമല്ലേ? ഒരിക്കലും ഷെയ്ഖിൻ്റെ കൂടെ അല്ല, ഷെയ്ഖിൻ്റെ ഭാര്യയുടെ കൂടെയാണ്. അവരാണ് എന്നെ, അതെ, ശരിക്കും ഉമ്മുൽ ഖൈർ എന്ന മഹദിയോ അല്ലാത്തൊരു മഹദിയാണ്. അവരുടെ കൈകളിൽ നിന്ന് എനിക്ക് ക്യാഷ് കണക്കിലധികം തരാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല, കണക്കിലേറെ നാട്ടിലേക്ക് അയച്ചും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത് വിളിക്കുന്നു. ഒരു നിമിഷം അവനതെല്ലാം ഓർത്തു. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നീ വരുന്നില്ലേ? നാളെ തന്നെ ടിക്കറ്റ് എടുത്തോന്ന്. അത് ഇളമ്മ, ഞാൻ എന്താ ഒന്നും പറയണ്ട. പിന്നെ അതെ, നിനക്കൊരു പെണ്ണ് നോക്കുന്നുണ്ട്. അത് മറ്റേ ആരുമല്ല, എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളെ തന്നെയാണ്. ഇളമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? അവർ എന്താടാ, അതൊക്കെ അറിഞ്ഞിട്ട് വേണോ? ഏതാണെന്ന് പോലും എനിക്കറിയില്ല ഇളമ്മ. നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 22, 23 വയസ്സ്. 23 വയസ്സായില്ലേ? അവളും ഏറെക്കുറെ അത്രയൊക്കെ തന്നെ വയസ്സുള്ളൂ. ഇനി 1-2 വയസ്സിനൊരു മൂപ്പുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഇളാമ, അത് എൻ്റെക്കാളും 1-2 വയസ്സിന് മൂപ്പുള്ള പെണ്ണോ? അതെ, ഒന്നുമില്ല. ഓൾക്കെന്ന് വെച്ചാൽ ചെറിയൊരു കാരണം കൊണ്ട് ഓളെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് പോകുന്നതാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല, ചോദിക്കും വേണ്ട. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. തന്നേക്കാൾ മൂത്ത, അതും 2ാം വിവാഹം. അതെ, മഹറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇനി കൂടുതൽ നീ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, നല്ല പെണ്ണാണ്, അത് മതി. ഇവിടേക്കാവുമ്പോൾ എനിക്കൊരു മരുവളായും ചെയ്തു, പിന്നെ എനിക്കൊരു പെണ്ണും ആയി. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ഗൾഫ് പോയിക്കോ. ഇളാമയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഷാമിലിൻ്റെ നിമിഷം ഞെട്ടിപ്പോയി. അതെ, ആ വാക്കുകൾ വേണ്ടെന്ന് വെച്ചാൽ പറയേണ്ടി വരില്ല. എന്നെ പിന്നെ എന്താ ഞാൻ ചെയ്യുക, എനിക്കറിയുന്നില്ല. ഷാമിലേ, ഒന്നും നോക്കണ്ട, ഈ ഇങ്ങോട്ട് വാ കേട്ടോ. നാളെ തന്നെ ടിക്കറ്റ് എടുത്തോ. അത് ഇളാമ, ഉപ്പ എവിടെ? ഉപ്പ ഇതവിടെ മൂലക്കരിക്കണേ. മനുഷ്യനെ കൊണ്ട് ഇപ്പോൾ ഇടങ്ങാറായിക്കണേ. മൂപ്പര് ഉള്ള കാലത്ത് നല്ലോ ഇതായിരുന്നു, ഇപ്പോൾ പറ്റം കിട്ടുമെന്ന് ജീവൻ പോയി കിട്ടണമില്ലല്ലോ. ശരിക്കും തൻ്റെ പിതാവിനോട് അങ്ങനെയുള്ള പെരുമാറ്റം അതവൻ വല്ലാതെ മനസ്സിൽ വേദനയുണ്ടാക്കിയിരുന്നു. ഇളാമ, നിങ്ങളെന്താ പറഞ്ഞു? ഉപ്പാക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അയച്ചു തരണ്ടല്ലോ. ഉപ്പാക്കുള്ള ക്യാഷ് കാര്യങ്ങൾ, കുറേ ക്യാഷും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇപ്പോൾ നോക്കാനും വേണ്ട വയ്ക്കുക. ഇളാമ, ഇതൊന്നും ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോരുന്ന എനിക്കൊരാളായും ചെയ്തല്ലോ. ഈ പെരീത്തെ പണി എടുക്കാൻ എനിക്കും ഒരാളായി. എന്നാൽ പിന്നെ മറ്റു ഒറ്റയ്ക്ക് കഴിയണില്ലതേ. എന്നോടെന്താ പറഞ്ഞത് കേൾക്കാത്തത്?
ശരിക്കും ഷാമിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. വിഷമിച്ച് അവൻ ഫോൺ കട്ട് ചെയ്തു അവിടെ ഇരിക്കുന്നു. അതെ, എന്താ റബ്ബേ എളാമ പറഞ്ഞ ആ ഒരു കാര്യം? ഞാനൊരു പെണ്ണിനെ കെട്ടണം. അതെ, 22 23 വയസ്സുള്ള ഞാൻ ഒരു 24കാരി ഒക്കെ കെട്ടുകയെന്ന് വെച്ചാൽ ഒന്നുമില്ല. കാരണം അതെ, നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട്. പക്ഷേ അതൊന്നുമല്ല, എനിക്ക് അതും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഉപ്പയുടെ കാര്യം നോക്കാനും കൂടിയാണ് അത്രേ അവളെ, ഏട്ടത്തിന് മോളെ. അപ്പോൾ എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കാനൊന്നല്ല. എളാമ്മയുടെ ആഗ്രഹം അതാണ്. ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക? വീണ്ടും ഫോണ് തുരുതുരെ ബെല്ലടിക്കുന്നു. അവന് ഫോൺ എടുക്കാനും തോന്നുന്നില്ല. വീണ്ടും എടുത്തു. ഹലോ, എന്താണ് നിനക്ക് ഫോൺ എടുക്കണേനെ? ഞാൻ നിന്നെ വിളിക്കലും പറയലൊന്നുമില്ലല്ലോ. ഞാനായിട്ടൊരു ബന്ധമില്ല. നീ ഞങ്ങൾക്ക് ക്യാഷ് അയച്ചു ഞങ്ങൾ കഴിയണേ. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ എന്തൊരു മിണ്ടാട്ടമില്ലാത്തത്? ഞാൻ നിന്നോട് ആദ്യമായിട്ടൊരു കാര്യം പറയാണ്. അതെ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ്. ഈ മറക്കണ്ട കേട്ടോ. എൻ്റെ ഉമ്മ പറഞ്ഞ പോലെ ഈ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. അല്ലാ പഠിച്ചോനെ, ഇനിയിപ്പോൾ അതും കൂടി. വിഷാദമായ നിമിഷം. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ബുഷി. അതെ, ഒരു നനുത്ത പുഞ്ചിരിയോടുകൂടി അവൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ആ മുഖം അവൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് ചേർന്നിരുന്നു. അതെ, അജ്മൽ സാറിൻ്റെ പെങ്ങള്. ഞാനും അജ്മലും നല്ല കൂട്ടുകാരാണ്. പക്ഷേ ബുഷിയോടുമായുള്ള ആ ഒരു ഇഷ്ടം അതെങ്ങനെയോ അറിയാതങ്ങ് വന്നുപോയി. റബ്ബേ, ഞാനിപ്പോൾ എന്താ ചെയ്യാം? എനിക്കറിയുന്നില്ലല്ലോ. എന്താ ഞാൻ ചെയ്യാം? എനിക്കറിയുന്നില്ല. വീട്ടിൽ നിന്നുള്ള ആ ഒരു വാക്കുകളും അതെല്ലാം കൂടി അതിലേറെ. വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. ഇത്തവണ ഉപ്പയുടെ ഫോണിൽ നിന്നാണ്. അല്ലാ, ഉപ്പ. ഹലോ മോനെ, നീ എപ്പോഴാണ് വരുന്നത്? അതുപ്പ ഞാൻ അല്ല, നീ എത്ര വർഷമായിട്ട് പോയിട്ട്? ഉപ്പാൻ്റെ കുട്ടി പോരിങ്ങിട്ട് കേട്ടോ. അതെ, ഉപ്പയ്ക്ക് തന്നോട് അധികം സ്നേഹം. എന്താണാവോ ഉപ്പ? ഞാൻ കുറച്ചുകൂടെ. അല്ല മോനെ, എത്ര വർഷമായി? 10-18 വയസ്സിലാണ് കയറിപ്പോയതല്ലേ. 4-5 വർഷത്തോളമായി ഈ അവിടെ നിൽക്കണേ. ഇനിങ്ങോട്ട് പോരെ, ഇനി കല്യാണം കഴിച്ചിട്ട് ഒക്കെ പോകാം. അത് ഒരു കുട്ടീൻ്റെ കാര്യം എളാമ പറഞ്ഞില്ലേ, അത് നമുക്കതുകൊണ്ട് ഉറപ്പിക്കാം. സത്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അത് വല്ലാത്ത ഒരു വേദന ഉളവാക്കി. ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് എളാമ പറയുന്നതും അതെ, തന്നേക്കാൾ മൂത്തൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഷാമിലിന് തല കറങ്ങുന്ന പോലെ തോന്നി. പഠിച്ചോനെ, എത്ര വേണമെങ്കിലും ക്യാഷ് അയച്ചു കൊടുക്കാം. അതെ, ഓൾക്കൊരു പറച്ചിലുണ്ട്, ഞാൻ ഷെയ്ഖിൻ്റെ ഒപ്പമാണെന്നുള്ളത്. എത്ര വേണമെങ്കിലും അയച്ചു കൊടുക്കാം. പക്ഷേ ഇത്രയും വലിയൊരു കാണാൻ സുമുഖനും സുന്ദരനുമായ നമ്മുടെ ഷാമിൽ ആകെ വിഷമിച്ചു. അറബിയമ്മ അത് ശ്രദ്ധിച്ചു. ഷാമിൽ, എന്ത് പറ്റി മോനെ? അറബിയമ്മ, അതൊന്നുമില്ല. ആ ഓക്കെ. എന്നാൽ ഈ സമയം ഫ്രണ്ട്സുകൾ ബുഷിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹലോ ബുഷി, നീ ഗൾഫിൽ പോയിട്ട് അവിടെ അങ്ങ് കൂടിയോ? എന്താ, ഏതെങ്കിലും അറബിച്ചൊക്കെ സെറ്റായോ നിനക്ക് എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു. ഇല്ലടി, അറബി ചിക്കനോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ, ഒരു വെളിയും തെളിയും ഒന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ പോരുന്നില്ലേ? ഇവിടുത്തെ ഫംഗ്ഷന് കഴിഞ്ഞു, ഇനി അറബിയമ്മയുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ട്. ഓ, നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം. നിങ്ങൾക്കൊക്കെ അറേബ്യയിലൊക്കെ നല്ല കല്യാണവും പാർട്ടിയും. അല്ല പെണ്ണെ, ആ കൂട്ടത്തിൽ നിൻ്റെ കൂടെ കഴിച്ചുകൂടായിരുന്നോ? അതെടി, ഇക്കാക്കാൻ്റെ കല്യാണത്തിന് വന്നല്ല, അതിനിടക്ക് പെങ്ങളുടെ കല്യാണം. എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലേ, ഞങ്ങളിത് പറഞ്ഞൊന്ന് മാത്രം. എന്തായാലും നടക്കട്ടെ. ഭാഗ്യവതിയാണ് കേട്ടോ. എൻ്റെ നാത്തൂന് ഒരു അറബി പെൺകുട്ടി എന്ന് പറയുമ്പോഴേ. അല്ല, നാട്ടിലേക്ക് വരില്ലേ? ഞങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ആ, നാട്ടിലേക്ക് അറിയില്ല. ഇവിടെ കുറച്ച് ദിവസം അറബി ഉമ്മേൻ്റെ അടുത്ത് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ആ ആയിക്കോട്ടെ, എന്നാലും ഭാഗ്യം തന്നെയല്ലേ. എന്നാൽ ബുഷിയുടെ മനസ്സിൽ അവരും കൂടെ പറഞ്ഞപ്പോൾ അത് ഷാമിലിനെ കുറിച്ചുള്ള ചെറിയൊരു മനസ്സിലാഗ്രഹം അവൾക്കും തോന്നി തുടങ്ങി. അത് അറബ് നാട്ടിൽ നിന്നൊരു കല്യാണം, അതും ഷാമിൽ. വേണ്ട, എന്തിനപ്പോൾ ഓരോന്ന് ആലോചിക്കുന്നത്? പെട്ടെന്ന് ഷാമിലത അതുവഴി വരുന്നു. സോറി കേട്ടോ, അറിയാതെ അവളുടെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗത്ത് അവൻ്റെ ശരീരം അങ്ങ് തട്ടി. അത് സോറി, ഞാൻ കുഴപ്പമൊന്നുമില്ല. അവൻ എന്തൊക്കെയോ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു.
അല്ലെങ്കിലും അവളെ കാണുവാൻ വേണ്ടിയിട്ടാണോ അവൻ അത് വഴി വന്നത് എന്നും അറിയില്ല. അവൻ്റെ കണ്ണുകൾ അതാ അവളുടെ കണ്ണുകളിൽ ഉടക്കി. അത് ബുഷി. ആ എന്താ? ഏയ് ഒന്നുമില്ല. അവൻ അതും പറഞ്ഞ് തിരിച്ചു പോയി. സത്യം പറഞ്ഞാലേ ബുഷിയുടെ മനസ്സിലും ചെറുതായി ഒരു പ്രേമം മൊട്ടിട്ടോ എന്നൊരു സംശയം. എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? ഉമ്മ പിന്നിൽ തട്ടിക്കൊണ്ട് വിളിച്ചപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ഉമ്മ. എന്താടി? ഒന്നുമില്ലമ്മ. ഓ, ഞാൻ വിചാരിച്ചു എന്തോ പകൽക്കിനാവ് കാണുകയാണെന്ന്. ആ പിന്നെ അറബിയമ്മ പറയുന്നുണ്ട് നാളെ എല്ലാവരും അങ്ങോട്ട് പോവുകയെന്നുള്ളത് കേട്ടോ. നാളെ അറബിയമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണത്രേ. ഏതായാലും ഒരു മാസത്തെ വിസിറ്റിംഗ് നമ്മൾ എടുത്ത് വന്നതല്ലേ, ഇനി ഇൻഷാ അല്ലാഹ് കംപ്ലീറ്റ് ചെയ്യല്ലേ. ഉമ്മ അത് ക്ലാസ് ഇനി ലീവ് എടുക്കുക, അല്ല ഇപ്പം എന്താ ചെയ്യണേ? ഉമ്മ ഇത്രയധികം. ഉമ്മ ഞങ്ങൾക്ക് കോഴ്സ് തുടങ്ങിയിട്ടില്ലുള്ളൂ ഉമ്മ. മോൾക്ക് 18 വയസ്സല്ലേ. ഇനിയിപ്പോൾ മോളുടെ കോഴ്സ് കഴിഞ്ഞിട്ടാണോ മോള് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്? ഉമ്മ അതെന്തായാലും കുറേ പഠിക്കാൻ എന്തൊക്കെ ഉണ്ട് മോളെ. ഇത് ഉമ്മ 3 വർഷമല്ലേ? ആ ഏതായാലും കഴിഞ്ഞോട്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾക്കൊരു നിമിഷം. അതെ, അവൾ പഠിക്കുന്നത് GNM-നാണ്, നഴ്സിങ്ങിന്. അത് 3 വർഷത്തെ കോഴ്സാണ്. അതവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത്. എന്തൊക്കെ തന്നെയായാലും അതാ അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അന്നും ആ വീട്ടിൽ താമസിക്കുകയാണ്. അതെ, നമ്മുടെ തലാലും മാഷിത്തയും അവരുടേതായ ആ പുതിയ മനോഹരമായ ജീവിതത്തിലേക്ക് അവർ കടക്കുകയാണ്. തലാൽ പതുക്കെ മാഷിത്തയുടെ ചെവിയിലൊന്ന് നുള്ളിയിട്ട് പറഞ്ഞു, മാഷിത്ത. ആ എൻ്റെ ഉമ്മാക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോഴൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞപ്പോഴും നിന്നൊരു നോട്ടം കണ്ടപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം വന്നു. സത്യമായിട്ടും. ഓ അപ്പം അങ്ങനെ എന്താ പഠിച്ച് വലിയ ഡോക്ടറേറ്റൊക്കെ എടുക്കാനായിരുന്നോ ആഗ്രഹം? ആ അങ്ങനെ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നോ? പഠിക്കാലോ ഇനിയോ. പക്ഷേ നമ്മുടെ ഉമ്മക്ക് എപ്പോഴും ഇഷ്ടം നമുക്ക് പെട്ടെന്നൊരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞാൽ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വാർത്ത അതായിരിക്കും. അതെ, എൻ്റെ പെണ്ണ് ഗർഭിണിയായി എന്ന് കേൾക്കാൻ. അത് തന്നെയാണ് ഉമ്മ എന്നും കൊതിക്കുക. സത്യമായിട്ടും. ഓ എൻ്റെ തലാൽ. ഓ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും ഒരിക്കലും വരേണ്ട ആളായിരുന്നില്ല. എന്തോ ചെയ്യാം, എന്തൊരു ഭാഗ്യം. എല്ലാത്തിനും കാരണക്കാരി ആ ഹംദയാണ്. ഹംദ. അതെ, ഹംദയും ഷാമിലും അവരാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സത്യമായിട്ടും. അതെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയ്ക്കും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കിട്ടില്ലായിരുന്നല്ലോ. സുന്ദരനായ സുമുഖനായ നിങ്ങൾ കാണാൻ വല്ലാത്ത മഞ്ചാണ് കേട്ടോ. എൻ്റെ പെണ്ണെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. എന്നെ വളരെയധികം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ എന്താ? എൻ്റെ കോളേജിൽ എന്നെ പ്രേമിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ. ആണോ? അതെ, ഒരു മിസ്സിരിപ്പെണ്ണ് കല്യാണാലോചനയുമായി വരെ വന്നിരുന്നു. സത്യമായിട്ടും ഞാൻ അവരിലൊന്നും ആകൃഷ്ടനായിരുന്നില്ല. എനിക്കതൊന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പെണ്ണുങ്ങൾ എന്നെ നോക്കുമ്പോഴും എന്നോടൊരു കമൻറ്റ് പറയുമ്പോഴും എനിക്ക് വലിയ നാണായിരുന്നടി. സത്യം. എനിക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴും അവർക്ക് മെസ്സേജ് അയക്കുക, കാര്യങ്ങൾ ഒരുപാട് പ്രപ്പോസൽസൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഒറ്റൊന്നും എനിക്കങ്ങോട്ട് തീരെ ഉമ്മ അങ്ങനെ പറയും, മോനെ നിൻ്റെ കോളേജിലെങ്കിലും നല്ലതുണ്ടാവും, ഒന്ന് നോക്ക് മോനെ നോക്ക് എന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് അതിനൊക്കെ താല്പര്യക്കുറവായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് നാണമായിരുന്നു. പക്ഷെ മാഷിത്ത നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആ നാണമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ മാഷിത്തയെ അവൻ മുറുകെ പിടിക്കുന്നു. എന്താ ചെയ്യുന്നത്? ഇപ്പം എനിക്ക് നാണമെന്നില്ലല്ലോ പെണ്ണേ. എൻ്റെ നാണെല്ലാം നീ കളഞ്ഞില്ലേ? ഓ പിന്നെ അങ്ങനെ. ഓ അല്ലെങ്കിൽ ഇപ്പം നാണിച്ചിട്ടെന്താ അല്ലേ? മാഷിത്തയുടെ വാക്ക് കേട്ട് മാഷിത്തയുടെ മുഖത്തേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി. അതെ, തലാലിൻ്റെ ആ മനോഹരമായ ചാരക്കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ പതുക്കെ തറച്ചു. അതെ, അവൻ്റെ ആ മുഖം വല്ലാതെയായി. തലാലിൻ്റെ ആ രൂക്ഷമായ നോട്ടം അത് ശരിക്കും അവളെ അങ്ങ് തളർത്തിക്കളഞ്ഞു. അതെ, മാഷിത്തയുടെ മുഖം അത് അവനിലേക്ക് അങ്ങ് ചേർന്നു. തലാൽ അവളെ നെഞ്ചോട് ചേർത്തു ഒരുപാട് ചുംബിച്ചു. എൻ്റെ പെണ്ണെ
അതെ, നമ്മുടെ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കണ്ടേ നമുക്ക്? ഉം? ഉമ്മ, അതായത് അറബി ഉമ്മ, അത് ഒരുപാട് ആഗ്രഹിക്കുന്നതായിരിക്കും. അത് നമുക്ക് സാധിപ്പിച്ച് ഉമ്മാക്കൊരു പേരക്കുട്ടിയെ കൊടുക്കണ്ടേ? ശരിക്കും മാഷിത്ത പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ തലാൽ, എന്താ ഇതൊക്കെ? അതെ, എനിക്ക് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ വേണം. അതായത് എനിക്ക് കൂടപ്പിറപ്പുകളില്ല, പക്ഷേ പടച്ച റബ്ബ് കൂടപ്പിറപ്പുകളെ ഒരുപാട് തന്നു. അത് നാഫി ഉസ്താദ്, അജ്മൽ, ഷാമിൽ, അങ്ങനെയൊക്കെ. എന്നാൽ എൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ്, അതെനിക്ക് എൻ്റെ ഉമ്മയുടെ കൈകളിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. എന്താ, നിനക്ക് സമ്മതല്ലേ? അതെ, തൻ്റെ പ്രിയപ്പെട്ട തലാൽ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. അവൾ ആ ഒരു നിമിഷം വല്ലാതെയായി. തൻ്റെ പ്രിയപ്പെട്ട തലാലിൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു. അതെ, അവരുടെ സന്തോഷകരമായ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ കടന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.